അരികുവൽകൃത ജീവിതങ്ങളോടുള്ള അനുഭാവവും ഐക്യദാർഢ്യവും പ്രതിബദ്ധതയുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൈരളി TV അതിൻ്റെ വേറിട്ട വഴികളിലൂടെ നടക്കുന്നത്. മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് കൈരളിക്ക് വ്യതിരിക്തമായ ഒരസ്തിത്വം നൽകുന്നത് അത്തരത്തിൽ വേറിട്ട ജീവിതങ്ങളോട് കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള മമതയും സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ ക്ഷണിക്കുന്നതിന് പ്രദർശിപ്പിക്കുന്ന ജാഗ്രതയുമൊക്കെ തന്നെയാണ്. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരെ അംഗീകരിക്കുന്നതിന് ഒരുപാട് അവാർഡുകൾ കൈരളി നൽകുന്നുണ്ട്. മികച്ച കർഷകർക്ക് കതിർ അവാർഡ്, മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർമാർക്ക് ഡോക്ടേഴ്സ് അവാർഡ്, വിജയഗാഥകൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന യുവ സംരംഭകർക്കുള്ള ജ്വാല അവാർഡ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലെല്ലാം നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവർക്കുള്ള ഇന്നോടെക് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ കൈരളി നൽകുന്നു. പക്ഷേ അതിലെല്ലാം സവിശേഷമായ നിലയിൽ ഏറ്റവും കാരുണ്യവും അലിവും സാമൂഹ്യ പ്രതിബദ്ധതയുമെല്ലാം ചേർത്ത് വച്ചുകൊണ്ട് കൈരളി നൽകുന്ന അവാർഡാണ് ഫിനിക്സ് അവാർഡ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വെല്ലുവിളികളുടെയും പരിമിതികളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം നടുവിൽ പഞ്ചാഗ്നി മധ്യത്തിലെന്ന പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭിന്നശേഷി വിഭാഗക്കാർ ആ അഗ്നിയിൽ എരിഞ്ഞ് ചാമ്പലാകാതെ അഗ്നിച്ചിറകുകൾ വീശി സർഗശേഷിയുടെ വിശാല ആകാശങ്ങളിലേക്ക്, അതിരുകളില്ലാത്ത സ്വയം പര്യാപ്തതയുടെയും ആത്മബോധത്തിൻ്റെയുമൊക്കെ വിശാല വിഹായസിലേക്ക് ചിറകുവീശി പറക്കുമ്പോൾ അവർക്ക് അംഗീകാരം നൽകുക എന്നുള്ളത് നിരവധി ഭിന്നശേഷി ജീവിതങ്ങൾക്ക് പ്രചോദനമായി തീരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഫിനിക്സ് അവാർഡ് കൈരളി നൽകുന്ന അവാർഡുകളിൽ ഏറ്റവും ശോഭയോടെ നിൽക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഭിന്നശേഷി വ്യക്തികൾ ജീവിതത്തിൽ നേരിടുന്ന ഒട്ടനവധി സങ്കടങ്ങളും നിവൃത്തികേടുകളുമെല്ലാം നേരിട്ട് അറിയാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരാളാണ് ഞാൻ. സർക്കാർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി. തടസ്സരഹിത കേരളം എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ കലാലയങ്ങളും വിദ്യാലയങ്ങളും പൊതു ഓഫീസുകളും കാര്യാലയങ്ങളുമെല്ലാം ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമാകാൻ കഴിയുന്ന വിധത്തിൽ തടസ്സരഹിതമാകണം എന്ന ആശയമാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒട്ടും തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമല്ല എന്ന വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം മനോഭാവങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റമാണ്. ഭൗതിക സാഹചര്യങ്ങളിൽ മാത്രം തടസ്സരഹിതമായാൽ പോരാ, മറിച്ച് ഭിന്നശേഷി ജീവിതങ്ങളോടുള്ള മനോഭാവങ്ങളിലും തടസ്സരഹിതമായിട്ടുള്ള സമീപനം ഉൾച്ചേരുന്ന ഒരു പൊതുബോധം നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ ഒന്നാമത് പരിഗണന കൊടുക്കേണ്ടവരാണ് ഭിന്നശേഷിക്കാർ എന്ന് കൃത്യമായി ഉൾക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള വീക്ഷണം നമ്മുടെ സമൂഹത്തിൽ വികസിപ്പിക്കേണ്ടതുണ്ട്. ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ തിരിച്ചറിയുന്നതിന് ഇന്ന് സാങ്കേതിക വിദ്യയുണ്ട്. അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാൻ സഹായകരമായ ഏർലി ഡിറ്റക്ഷൻ സെൻറ്റേഴ്സും ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സും ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ വലിയ ഒരളവ് വരെ അത് പരിഹാരമായി തീരും. ഇന്നിപ്പോൾ കേരളത്തിൽ ബഡ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളുമെല്ലാം
നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള പരിശ്രമം സമൂഹത്തിൻ്റെയും പ്രാദേശിക സർക്കാരുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഇനിയും എത്രയേറെ പഞ്ചായത്തുകളിൽ ബഡ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. കൃത്യമായ നിലയിൽ എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളുമുള്ള ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി, ഹൈഡ്രോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളുമുള്ള ബഡ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളുമെല്ലാം നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഭിന്നശേഷി വിഭാഗക്കാർക്കും പ്രാപ്യമാകുന്ന തരത്തിൽ ഉണ്ടാകുക എന്നുള്ളത് സുപ്രധാനമായൊരു കാര്യമാണ്. ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസ സമീപനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെല്ലാം ഭിന്നശേഷി കുഞ്ഞുങ്ങളെ ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് സ്വീകരിക്കുകയും അവരുടെ കഴിവുകൾ തട്ടും തടവുമില്ലാതെ വികസിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പും മറ്റനേകം വകുപ്പുകളും ഒട്ടനവധി പദ്ധതികൾ ഭിന്നശേഷി ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇനിയും സമ്പൂർണമായ ശാക്തീകരണവും പുനരധിവാസവും ഉറപ്പാക്കുന്നുണ്ട് എന്ന് ആശ്വസിക്കാൻ നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് പറയാനാവില്ല. ഈ പദ്ധതികളുടെ ആനുകൂല്യങ്ങളിലേക്കും മറ്റും എത്തിച്ചേരാൻ സാവകാശമോ അതിനുള്ള മാനസികാവസ്ഥയോ ഇല്ലാത്തവരായിട്ടാണ് നമ്മുടെ ഭിന്നശേഷി കുടുംബങ്ങൾ പലതും ജീവിക്കുന്നത്. ഒട്ടനവധി പ്രാതികൂല്യങ്ങളോട് മല്ലിട്ടുകൊണ്ട് അന്നത്തെ ജീവിതം പോലും മുന്നോട്ട് നീക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ഭൂരിഭാഗവും ദരിദ്ര ജനത എന്ന നിലയിൽ ഭിന്നശേഷി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. വികസ്വര രാജ്യങ്ങളിൽ എന്ന പോലെ ദരിദ്ര കുടുംബങ്ങളിൽ തന്നെയാണ് ഭിന്നശേഷിത്വം കൂടുതലായി കാണപ്പെടുന്നത് എന്നുള്ളത് ഒരു കേവല യാദൃച്ഛികതയല്ല. ദാരിദ്ര്യം ഭിന്നശേഷിത്വവുമായിട്ട് വലിയ നിലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഭിന്നശേഷിക്കാരും ദരിദ്രരല്ല, പക്ഷേ ഭൂരിഭാഗം ഭിന്നശേഷിക്കാരും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളതാണ്. 2006 ഭിന്നശേഷി അവകാശം മുൻനിർത്തിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ സാർവദേശീയ കൺവെൻഷൻ നടന്നത്. 2007 ഇന്ത്യ അത് അംഗീകരിച്ചു. 2008 ആ കരാറിലെ കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നു. പക്ഷേ 2016 മാത്രമാണ് നമുക്കൊരു ഭിന്നശേഷി അവകാശ നിയമം തയ്യാറായത്. ആ അവകാശ നിയമത്തിലെ പ്രൊവിഷൻസ് തന്നെ എത്ര കണ്ട് പൂർണ്ണമായി നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ വളരെ ശുഭകരമായിട്ടുള്ള ഒരു മറുപടി നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് 5%, തൊഴിലിന് 4% സംവരണം ഉറപ്പാക്കാൻ ആ നിയമം നമ്മിൽ നിക്ഷിപ്തമാക്കുന്ന ചുമതല, അത് നമ്മുടെ എല്ലാ ഭിന്നശേഷി മക്കൾക്കും സുഭദ്രമായൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യം സർക്കാരും സമൂഹവും സന്നദ്ധ സംഘടനകളും വ്യക്തികളും സുമനസ്സ ഉള്ള മനുഷ്യരും എല്ലാവരും കൈകോർത്ത് പിടിച്ച് അഭിസംബോധന ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭിന്നശേഷി മക്കൾക്ക് ഏറ്റവും സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു ചുമതലയാണ്. ഇന്ന് ഇപ്പോൾ ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്തെ നിഷ്, തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിലെ നിപ്മർ, ഷൊർണൂരിലെ ഐക്കോൺസ്, ഇംഹാൻസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വികസിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അസിസ്റ്റീവ് ടെക്നോളജിയുടെ മേഖലയിൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളും സംരംഭങ്ങളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സഹായ ഉപകരണങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ഭിന്നശേഷിക്കാർക്കായി ഓരോരുത്തർക്കും എന്ന വിധത്തിൽ കസ്റ്റമൈസ് ചെയ്ത് തയ്യാറാക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടുകൂടി അസിസ്റ്റീവ് ടെക്നോളജിയുടെ മേഖലയിലും ഒട്ടനവധി ദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
ഇനിയും ഇനിയും ഇതിനെയൊക്കെ കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ ശക്തിയോടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ചും ബൗദ്ധികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കൾ 24 മണിക്കൂറും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ കുടുങ്ങി ഒരു ജോലിക്ക് പോലും പോകാൻ സാധിക്കാത്ത നിലയിൽ പ്രയാസങ്ങൾ നേരിടുന്നവരായുണ്ട്. അവർക്ക് കുടുംബമായി താമസിച്ചുകൊണ്ട് ഹെൽത്ത് സെൻ്ററുകളും തൊഴിലുൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സംവിധാനങ്ങളും തെറാപ്പി സൗകര്യങ്ങളും എല്ലാം ചേരുന്ന അസിസ്റ്റീവ് വില്ലേജ് എന്ന ആശയം നാം മുന്നോട്ട് വച്ചിട്ട് 3-4 കൊല്ലങ്ങളായി. കാസർഗോഡ് ജില്ലയിലെ മൂളിയാറിൽ അസിസ്റ്റീവ് വില്ലേജിൻ്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് ഇതര സ്ഥലങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്ത പ്രദേശങ്ങളിൽ അസിസ്റ്റീവ് വില്ലേജുകൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. കൂടുതലായി അത്തരം സംവിധാനങ്ങൾ പ്രാദേശികമായിട്ടുണ്ടായാൽ മാത്രമേ വലിയ അളവിൽ നമുക്ക് ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്രീയമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കൂടുതലായിട്ടുണ്ടാകണം. ആ പരിഹാര നിർദ്ദേശങ്ങൾ പദ്ധതികളുടെ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും വ്യക്തികളും എല്ലാവരും കൈകോർത്ത് പിടിക്കേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് അവകാശാധിഷ്ഠിത സമീപനത്തോടു കൂടി തന്നെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങളും ആത്മവിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തൊഴിലവസരങ്ങളുമൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിൽ നിരവധി സംവിധാനങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അവർക്ക് സ്കിൽ എൻഹാൻസ്മെൻറ്റിനൊക്കെയുള്ള സംവിധാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വയം പര്യാപ്തവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. ഇതിനൊക്കെ കഴിയുന്ന വിധത്തിൽ ആറ്റിറ്റ്യൂഡിനലായിട്ടുള്ള ഒരു മാറ്റം, പൊതുബോധത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ കൈരളി TV-യെ പോലെ മാധ്യമ രംഗത്തു നിന്നും അതുപോലെ ദിഷണാശാലികളായിട്ടുള്ള വ്യക്തികളിൽ നിന്നും സാംസ്കാരിക സംഘടനകളിൽ നിന്നുമൊക്കെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഭിന്നശേഷി മക്കളുടെ രക്ഷിതാക്കളുടെ നിരവധി കൂട്ടായ്മകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവയെല്ലാം കൂടി കൈകോർത്ത് പിടിച്ച് യോജിച്ച് പ്രവർത്തിച്ചാൽ വലിയൊരു മാറ്റം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭിന്നശേഷിത്വങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടുന്ന പിന്തുണാ സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഗൗരവപൂർണമായ ആലോചന തന്നെ ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇന്ന് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനാകെ തന്നെ മാതൃകയായിട്ടുള്ള തിളക്കമാർന്ന വ്യക്തിത്വങ്ങളായിരിക്കും എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. പ്രഥമ ഫിനിക്സ് അവാർഡ് ജേതാവായിട്ടുള്ള വിജയലക്ഷ്മിയുടെ അനുഭവം തന്നെ നമുക്കറിയാം. നമ്മുടെ ചലച്ചിത്ര ഗാന മേഖലയിലൊക്കെ സവിശേഷമായിട്ടുള്ള വ്യക്തിപ്രഭാവത്തോടെ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായി തീർന്നിരിക്കുകയാണ് വിജയലക്ഷ്മി. അതുപോലെ കഴിഞ്ഞ വർഷം അവാർഡ് ലഭിച്ച കൃഷ്ണകുമാറിന് വീൽ ചെയറിലാണ് ഇരിക്കാൻ കഴിയുക, തല മാത്രം ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഏറ്റവും പ്രചോദകമായിട്ടുള്ള ജീവിതത്തെ ഏറ്റവും പ്രസാദാത്മകമായ നിലയിൽ അഭിസംബോധന ചെയ്യാൻ നമ്മളെ ഏവരെയും പഠിപ്പിക്കാൻ സാധിക്കുന്ന പ്രഭാഷണങ്ങളാണ്, മോട്ടിവേഷൻ നൽകുന്ന പ്രഭാഷണങ്ങളാണ് കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് സന്തോഷപൂർവ്വം ഞാൻ ഈ വേദിയിൽ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് സർഗാത്മക വ്യക്തിത്വങ്ങളെ, ഭിന്നശേഷി സഹോദരങ്ങളെ, ഭിന്നശേഷി മക്കളെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ മുഖങ്ങൾ ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. സ്നേഹപൂർണമായ സാഹോദര്യം നിറഞ്ഞ പിന്തുണാ സംവിധാനങ്ങളും പിൻബലവും നൽകി നമുക്ക് ആ മക്കളെ പൂർണ്ണമായി ശാക്തീകരിക്കാനും സ്വയം പര്യാപ്തതയിലേക്കും ആത്മവിശ്വാസത്തിലേക്കും പറത്തിവിടാനുമൊക്കെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങാനിരിക്കുന്ന മക്കളെ സ്നേഹത്തോടു കൂടി
അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.